സർ, ഇറാനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു അലി ലാറിജാനിയുടെ കൊലപാതകം എന്ന് പറയുന്നത്. ഇസ്രയേൽ വളരെ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി അവരുടെ തന്നെ ഒരു സുരക്ഷാ കൗൺസിൽ ഉപദേഷ്ടാവിനെ ഇല്ലാതാക്കിയിരിക്കുന്നു. ഇറാൻ ആളിക്കത്തുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹോർമസിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് അതിഭീകരമായ ആക്രമണമായിരുന്നു. ഹോർമസിലുണ്ടായ അതേ ആക്രമണം ചെങ്കടലിലേക്ക് കൂടി ബാധിക്കുന്നു എന്നാണ് നമുക്കറിയാം. റെഡ് സീ എന്ന് പറയുന്നത് യൂറോപ്പിലേക്കുള്ള ഏറ്റവും വലിയ വ്യാപാര മാർഗങ്ങളുടെ ഒരു ഇടനാഴി എന്നൊക്കെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. നേരത്തെ ഹൂതികളുടെ ഭീഷണി ഉണ്ടെങ്കിൽ പോലും അതൊരു പരിധി വരെ തടയാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇറാൻ അവിടെ പിടിമുറുക്കിയാൽ എന്ത് സംഭവിക്കും എന്നതാണ് ചോദ്യം. നീതു പറഞ്ഞത് ശരിയാണ്. ഇറാന്റെ പരമോന്നത നേതാക്കന്മാരെ കൊന്നു തള്ളുക, അതാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പുതിയ യുദ്ധതന്ത്രമെന്ന് തോന്നുന്നു. ഓരോരുത്തരെയായിട്ട് സൈനിക നേതൃത്വത്തിലും മറ്റേ അതിന്റെ മതപരമായിട്ടുള്ള പണ്ഡിതന്മാരെയും ആത്മീയ ആചാര്യന്മാരെയൊക്കെ കൊന്നു തള്ളുക, കൊന്നു തള്ളിയ ശേഷം സംഘർഷാവസ്ഥ സൃഷ്ടിക്കുക, എന്നിട്ട് ഇറാനെ ആക്രമിക്കുക. ആ ഒരു തലത്തിലേക്കാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്, യുദ്ധത്തിന്റെ ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ട്. ഇപ്പൊ സൂചിപ്പിച്ചത് ശരിയാണ്. ലാരിജാനി അവരുടെ കമാൻഡറാണ്, സർവ്വസൈന്യാധിപനാണ്. ഒരു പക്ഷെങ്കില് ഇപ്പൊ ആയാത്തുള്ള ഖമേനിനെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖമേനിനോടൊപ്പം ചേർന്ന് നിന്നതാണ്. യുദ്ധതന്ത്രങ്ങളുടെ എല്ലാം ആചാര്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹമായിരുന്നു കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത്. മറ്റദ്ദേഹത്തിന് ഷിയ അവരുടെ മതപരമായ കാര്യങ്ങളുടെ ചുമതലയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവരുടെ സൈനിക ഓപ്പറേഷൻസിന്റെ മുഖ്യകേന്ദ്രമായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ ആണവ സംഭരണ കാര്യങ്ങളില്, അതിന്റെ യുറേനിയം സമ്പുഷ്ടീകരണ കാര്യങ്ങള്, ഇത്തരം കാര്യങ്ങളിലേക്ക് തലച്ചോറും അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹത്തെയാണ് ഇന്നലെ കൊന്നിരിക്കുന്നത്. അദ്ദേഹത്തെ കൊന്നിരിക്കുന്നതൊക്കെ വാർത്ത ഇന്ന് ഔദ്യോഗികമായിട്ട് ഇറാനും അത് സ്ഥിരീകരിക്കുകയാണ്. ഇറാന്റെ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഖമേനിയെ കൊല്ലുക, അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മകനെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും വലിയ ധാരണയില്ല. രണ്ടാമത്തെ മകനെ കുറിച്ച് ഇപ്പോഴും വലിയ ധാരണയല്ല. മുജീബ ഖമേനി എന്ത് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ല ഇത്തരം കാര്യങ്ങളിൽ. അപ്പൊ അങ്ങനെ സൈനിക മേധാവികളെ ഓരോ തലത്തിലും കൊലപ്പെടുത്തിയ ശേഷം അവരെ അസ്ഥിരപ്പെടുത്താനായിട്ടാണ്, അതിന്റെ ഒരു ശ്രമമാണ് ഇപ്പൊ ഇസ്രായേൽ നടത്തുന്നത്. ഇസ്രായേലും അമേരിക്കയും കൂടെ ചേർന്ന് നടത്തുന്നതെന്ന് തോന്നുന്നു. അപ്പൊ രാജ്യത്തൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാകുമല്ലോ. അല്ലെങ്കിൽ തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്റേണൽ അതിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇറാനകത്ത് ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. അതൊരു സത്യമാണ്, പരമമായ സത്യമാണ്. അവരെല്ലാ എണ്ണയുടെ സമ്പന്നതയൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ വലിയ രാജ്യത്തിനകത്ത് വലിയ ഇന്റേണൽ ആഭ്യന്തരമായ പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. സാമ്പത്തിക വെച്ചാൽ മറ്റൊരു തരത്തിൽ അവരുടെ ജി ഡി പി ഒക്കെ വളരെ കുറവാണ്. വളരെ മോശമായ GDP റേറ്റിലാണ് പോകുന്നത്. അതുപോലെ ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിലും വളരെ മോശമായ അവസ്ഥയിലാണ്. അപ്പൊ അങ്ങനെ നാട്ടിനകത്ത് വലിയ കലാപങ്ങളും പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ഒരു പറഞ്ഞില്ല ഭരണകൂടത്തിനെതിരെ തിരിയുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഇറാനിൽ നിലനിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു അവസരം കൂടെ ഒക്കെ മുതലെടുത്തിട്ടുണ്ടാവും. ആ ഒരു അവസരം കൂടെ മുതലെടുത്തിട്ടാണ് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാനെതിരെ തിരിയാൻ കാരണമെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ജനങ്ങളെല്ലാവരും ഭരണകൂടത്തിനെതിരാകുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ എളുപ്പത്തിൽ ഇറാനിനെ ഭരണം പിടിച്ചെടുക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്തായിരിക്കും ട്രംപ് എടുത്ത് ചാടിയെന്നാണ് തോന്നുന്നത്. അതോടൊപ്പം തന്നെയാണല്ലോ ഇറാന്റെ പ്രഖ്യാപനമായിരുന്നു 2040 ഇസ്രായേൽ എന്നൊരു രാജ്യം ഉണ്ടാകത്തില്ല. അത് അവരുടെ പ്രഖ്യാപനമായിരുന്നു. അത് ഞങ്ങൾ നടപ്പാക്കിയിരിക്കും എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഭീഷണി ഇസ്രായേലിൽ നിലനിന്നിരുന്നു. അപ്പൊ അങ്ങനെ ഈ 2 പൊതു വിഷയങ്ങളെ എടുത്തിട്ടാണ് കയറി കൊടുന്നനെ ആക്രമിച്ചത്. പക്ഷെ കൊടുന്നനെ ആക്രമിച്ചു കഴിഞ്ഞ് ആദ്യത്തെ ദിവസം അവർക്ക് വിജയിക്കാൻ പറ്റി. ഖമേനിനെ, അവരുടെ നേതാവിനെ, ആദ്യത്തെ ഫസ്റ്റ് ഡേയിൽ തന്നെ തവിട് പൊടിയാക്കാൻ പറ്റി. ശരിയാണ്, അദ്ദേഹത്തിന്റെ പറഞ്ഞ ഒളിത്താവളം നമ്മൾ പറയാവുന്നത് വലിയ മന്ദിരം ഒറ്റ ദിവസം കൊണ്ട് തന്നെ, അദ്ദേഹത്തിന്റെ ആ മിസൈലുകൾ കൊണ്ട് തന്നെ, ഒരു ക്ലസ്റ്റർ ബോംബിംഗ് എന്നൊക്കെ നമ്മൾ പറയാവുന്ന തകർത്ത് പൊടിയാക്കി കളഞ്ഞു. അദ്ദേഹം ആദ്യ ദിവസം തന്നെ കൊല്ലപ്പെടുന്നു. അതിനുശേഷം അത് ശരിക്കും അവിടെ ആത്മവീര്യം കെടുത്തി കളഞ്ഞു. ശരിക്കും വലത് കൈ നഷ്ടപ്പെടുന്നെന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് ആ രാജ്യം എത്തിയത്. പിന്നീടാണ് തുടർച്ചയായിട്ട് നേതാക്കന്മാരെ ആക്രമിക്കുന്നു. അങ്ങനെ സൈനിക കമാൻഡർമാരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോ എന്താണ്, ഇവര് കൃത്യമാണ്, ഈ മൊസാദ് പുറകിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് വളരെ കൃത്യമാണ്. ഇന്നലെ അദ്ദേഹം അംഗരക്ഷകന്മാരും ഒക്കെ കൂടെ പോകുന്ന സമയത്താണ് ഈ ആക്രമണം നടന്നതെന്നാണ് പറയുന്നത്. നോക്കുക എത്ര കൃത്യമായിട്ട് ഈ അതിയുദ്ധ സമാനമായ സാഹചര്യത്തിൽ പോലും മൊസാദിന്റെ ഓപ്പറേഷൻ ശ്രദ്ധിക്കുക. അവർ വളരെ കറക്റ്റായിട്ട് ലക്ഷ്യം വളരെ കൃത്യമായിട്ട് സാധിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ മറ്റൊന്നും നോക്കാനില്ല. അതുകൊണ്ടാണ് അവര് ഹോർമുസ് കടലിടുക്കിൽ സാമ്പത്തിക ഉപരോധം, അതേപോലൊപ്പം തന്നെ അമേരിക്കയുടെ സൈനിക താവളങ്ങളുമായ
ഈ ഇതിന് ചുറ്റുമുള്ള GCC രാഷ്ട്രങ്ങളിലും UAE അടക്കമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള അമേരിക്കൻ താവളങ്ങളെ അവർ ഈ നോമ്പ് കാലത്തിന്റെ ഒരു പ്രത്യേകതയൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു മനുഷ്യർ വാസമുള്ള സ്ഥലങ്ങളിലേക്ക് കാര്യമായ ആക്രമണം നടത്തുന്നില്ല. അപ്പൊ ഈ വിശുദ്ധ മാസമാണ്, വിശുദ്ധ മാസത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കും തോന്നുന്നു അമേരിക്കയുടെ സൈനിക താവളങ്ങളെ മാത്രമേ ആക്രമിക്കുന്നുള്ളൂ. അതിൽ തന്നെ എല്ലാ അവരുടെ റോക്കറ്റുകളോ അല്ലെങ്കിൽ ഡ്രോണുകളോ ഒന്നും കൃത്യമായിട്ട് വീഴുന്നുണ്ട്, ചെല്ലുന്നുണ്ട്. പക്ഷെ അതിനെയൊക്കെ തട്ടിയിടുന്നത് കൊണ്ട് മറ്റേ അയൺ ഡോമ് കൊണ്ടൊക്കെ തടയുന്നത് കൊണ്ട് അതിന് ചില ഭാഗങ്ങളാണ് അവിടെ ഇവിടെയൊക്കെ ചെതറി വീഴുന്നത്. വലിയ കാഷ്വാലിറ്റീസ് ഒന്നും ഇതുവരെ വന്നായിട്ടും വലിയ വാർത്തകൾ വരുന്നില്ല പ്രത്യാക്രമണത്തിൽ. എന്നാൽ ഇറാനിൽ അങ്ങനെയല്ല. ഇറാനിൽ ഇപ്പൊ ഔദ്യോഗിക കണക്കനുസരിച്ച് 2000-ഓ 3000 പേര് മരിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ഇപ്പോഴും അത് വിട്ടിട്ട് അവരുടെ അമേരിക്കയുടെ ഗൾഫിലുള്ള സൈനിക താവളങ്ങൾ വിട്ടിട്ട് അവര് അമേരിക്കൻ ബന്ധമുള്ള കമ്പനികളെ, അമേരിക്ക ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളെയും മറ്റ് സ്ഥാപനങ്ങളെയും ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് സ്വാഭാവികമായ ഒരു തിരിച്ചടിയാണ്. അത് വിട്ടിട്ട് അവിടത്തേക്ക് ആക്രമണം വ്യാപിക്കുകയാണ്. അവിടെ ചിലപ്പോൾ സംഭവിക്കാം, അവിടെ ചിലപ്പോൾ മറ്റ് മനുഷ്യന് കാഷ്വാലിറ്റീസ് ഉണ്ടാകാവുന്നതാണ്. പക്ഷെ അമേരിക്ക വളരെ നേരത്തെ തന്നെ അവരുടെ പൗരന്മാരെയും മറ്റൊക്കെ അവിടുന്ന് ബാങ്ക് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ചിരുന്നു. പിന്നെ അവർക്കുള്ള ഏക ഒരു ആശ്രയം എന്ന് പറഞ്ഞാൽ ഹോർമുസ് പിടിക്കുക എന്നുള്ള, ഹോർമുസ് കടലെടുക്കല് ഈ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, സാമ്പത്തിക ഉപരോധം, ലോകരാജ്യങ്ങൾക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുക. ഇപ്പൊ ഈ തീക്കളി അവിടെ നടക്കുന്നത്, ശരിക്കും പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ തീക്കളി നടക്കുന്നത് ഹോർമുസ് കടലെടുക്കലാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹോർമുസ് കടലെടുക്കുക അതിന്റെ ഒരു സൈഡ് മുഴുവൻ ഇറാന്റെ കൺട്രോളിലാണ് നിൽക്കുന്നത്. അവർക്ക് ഇഷ്ടം പോലെ മിസൈലുകളും ആണവായുധങ്ങളും അന്തർവാഹിനികളും ഒക്കെ അവരവിടെ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. അത് നേരത്തെ തന്നെ അവരുടെ യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിട്ട് അവർ സ്ഥാപിച്ചതാണ്. അപ്പൊ അവരുടെ കൺട്രോളിൽ അല്ലാതെ വരുന്ന സാധനങ്ങളെ ആക്രമിക്കണം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് സാധിക്കുകയും ചെയ്യും. അവിടെയാണ് ഇപ്പൊ പ്രശ്നം വന്ന് കിടക്കുന്നത്. അപ്പൊ ഇന്നലെ അമേരിക്കയുടെ നിന്ന് വാർത്തകൾ പറഞ്ഞത് അവരുടെ അതിർത്തികൾ അവർ വിന്യസിച്ചിരുന്ന സൈനിക വ്യോമാക്രമണത്തിന് തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന റോക്കറ്റുകളും മറ്റ് ലോഞ്ചിങ് പാഡുകളും ഒക്കെ തകർത്തു എന്നാണ് അമേരിക്കയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. എത്ര കണ്ടതിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ, അതായത് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. അമേരിക്കയ്ക്ക് അത്തരത്തിലുള്ള അതിനൊരു ശേഷി ഉണ്ടായി, അവരത് സാധിച്ചു എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇറാന്റെ പ്രഖ്യാപനം 1-2 ദിവസത്തേക്ക് അത് വരുമായിരിക്കാം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അവർ തിരിച്ചുള്ള ആക്രമണം ഉണ്ടാകും. ഇപ്പൊ അവിടെ പറഞ്ഞില്ല, ആ 33 കിലോമീറ്റർ കടലിനകത്ത് കടലിടുക്കി കൂടെ ഒന്നും വയ്യാത്ത അവസ്ഥയിലാണ്. ഒരു ദിവസം 10-25 കപ്പലുകൾ ചരക്ക് കപ്പലുകൾ വന്നുകൊണ്ടിരുന്നതാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള ചരക്ക് കപ്പൽ, എണ്ണ, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ വന്നുകൊണ്ടിരുന്ന പാതയാണ്. ആ പാതയിൽ ഈ മാതിരിയുള്ള സബ്മറൈൻസും മറ്റേ ടോർപിഡോ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികളും അല്ലെ വ്യോമാക്രമണമൊക്കെ നടത്തി കഴിഞ്ഞാൽ ആരെ കൊണ്ട് കഴിയും? ആര് ധൈര്യപ്പെടും? ഏത് രാജ്യം ധൈര്യപ്പെടും? അതിലൂടെ എണ്ണക്കപ്പലോ അല്ലെങ്കിൽ LPG കൊണ്ട് ആര് ധൈര്യപ്പെടും? എല്ലാവരും വലിയ പ്രതിസന്ധിയിലാണ്. ഇപ്പൊ ആകെ കൂടെ പറയുന്നത് ഇന്ത്യയുടെ 5 കപ്പലുകൾ, അത് 2 ലൈബീരിയയുടെ കപ്പലാണ്. 2 ലൈബീരിയൻ ഷിപ്പ് അടക്കം 5 കപ്പലുകളാണ് ആകെ ഇന്ത്യൻ തീരത്തേക്ക് എത്തിയിരിക്കുന്നത്, ഇത് കടന്നു വന്നിരിക്കുന്നത്. പിന്നെ ഇന്നലെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു, പാകിസ്ഥാന്റെ ഒരു കപ്പല് പോകാൻ അവർ അനുവദിച്ചു എന്നാണ് പറയുന്നത്. പാകിസ്ഥാന്റെ ഒരു കപ്പലിനെ ഇറാൻ കടത്തിവിട്ടാണെന്ന് പറയുന്നത്. ബാക്കിയെല്ലാം അവിടെ ബാക്കിയെല്ലാം കുടുങ്ങിക്കിടക്കുന്നു. അതിനുശേഷം ഇന്നലെ മിനിയാന്ന് രാത്രിയോടുകൂടിയാണ് വീണ്ടും അതിശക്തമായ ബോംബിങ്ങും ആക്രമണങ്ങളും നടക്കുന്നുണ്ട്, പ്രത്യാക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ എങ്ങനെ വരുമോ? എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ ഒരു രാജ്യം പോലും ധൈര്യം, ഇന്ത്യ അടക്കമുള്ള രാജ്യം നമുക്ക് പോലും ധൈര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനല്ലെങ്കിൽ നയതന്ത്രപരമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അല്ലാതെ ഈ പറയുന്ന അന്തരീക്ഷത്തിൽ കൂടെ ഒരു കപ്പല് കടത്തിക്കൊണ്ട് വരാനായിട്ട് ഒരു രാജ്യവും ധൈര്യപ്പെടുമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ചങ്കൂറ്റം കാണിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ അതിന്റെ ആൾട്ടർനേറ്റീവ് മാർഗമാണ്, പിന്നെന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴാണ് യൂറോപ്പിലേക്കുള്ള കവാടമായി മറ്റൊന്നാണ് ചെങ്കടൽ, റെഡ് സീ എന്നൊക്കെ നമ്മൾ പറയുന്ന റെഡ് സീ വഴിയുള്ള ഓപ്പറേഷൻസ് സാധിക്കുമാകുമോ? കപ്പലുകൾക്ക് പോകാവുന്ന മറ്റൊരു ചാനൽ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പൊ നമ്മളെ വിദേശം, അമേരിക്ക, മറ്റേ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെയുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ പോകുന്നതും തിരിച്ചു വരുന്നതും ചെങ്കടൽ വഴിയാണ്. ചെങ്കടൽ കുറച്ചുകൂടെ ഒരു സേഫ് ആയിട്ടുള്ള റൂട്ടാണ്. പക്ഷെ അവിടെ ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അവിടെ ഈ പറയുന്ന യമൻ അതിനോട് ചേർന്നാണ് കിടക്കുന്നത്. അവിടെ ഈ ഹൂത്തീസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഹൂത്തീസ് എന്ന് പറഞ്ഞാൽ അവര് അവിടെ രാജ്യവും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഭരണകൂടവും എന്നുള്ള രാജ്യമല്ല. ഇന്ത്യക്ക് ഡിപ്ലോമസി, ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമില്ലാത്ത രാജ്യമാണിത്. നമുക്ക് ഇന്ത്യക്ക് എന്നല്ല പൊതുവെ ഇത്തരം ഇതിൽ യൂനിയനിൽപ്പെട്ട ഒരുപാട് രാജ്യങ്ങൾക്ക് അവരുമായിട്ട് നയതന്ത്ര ബന്ധങ്ങളില്ല. കാരണം ആരോടെ ബന്ധപ്പെടാനാ? അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഭരണാധികാരിയോ ഭരണകൂടമോ ഒന്നും നിലവിലില്ല. കുറെ ആളുകൾ ചേർന്ന് എന്തോ ഒരു സംഘമായിട്ട് നടക്കുന്ന ഒരു രാജ്യമാണ്. അതാണ് യമൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നിമിഷപ്രിയയെ നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണല്ലോ അവിടെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയ എന്നൊരു യുവതി കിടപ്പുണ്ട്. അവരെ നമുക്ക് കൊണ്ടുവരാൻ ഡിപ്ലോമാറ്റിക് ചാനൽ നമുക്ക് നിലവിലില്ല. ആ രാജ്യവുമായിട്ട് അങ്ങനെ നയതന്ത്ര ബന്ധമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അവിടെ യുദ്ധം ചെയ്യുന്ന പ്രോക്സി, ഈ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പാണ്.
പ്രോക്സി അതായത് അവര് ആയുധവും പണവും മറ്റും കൊടുത്ത് ഇവരെ ഇങ്ങനെ സംരക്ഷിക്കുന്നുണ്ട്. ഹൂത്തികൾ ഈ കടൽ തീരത്തുണ്ട്, നമ്മുടെ ചെങ്കടലിന്റെ തീരത്തുണ്ട്. പണ്ടത്തെ അവരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ പോകുന്ന കപ്പലുകളെയൊക്കെ തടഞ്ഞു നിർത്തുമായിരുന്നു. കപ്പലുകളെയൊക്കെ ആയുധമൊക്കെ ആയിട്ട് വെച്ച് തടഞ്ഞു നിർത്തിയിട്ട് ആ കപ്പലുകൾ കൊള്ളയടിക്കുക എന്നുള്ള പരിപാടിയാണ്. പക്ഷെ ജീവനക്കാരെയൊക്കെ വെറുതെ വിടുമായിരുന്നു. അങ്ങനെ വലിയ കൊലപാതകങ്ങളൊക്കെ വലുതായിട്ട് എതിർക്കുന്നവരെ മാത്രമേ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രത്യക്ഷമായ ലക്ഷണമുള്ള ആളുകളെ മാത്രമേ കൊല്ലുകയൊക്കെ ചെയ്യത്തുള്ളായിരുന്നു. ഇപ്പൊ അതല്ല സ്ഥിതി. ഇപ്പൊ നമ്മൾ ചെങ്കടലിൽ കൊടുത്ത് ധൈര്യത്തിൽ കപ്പൽ വിടാൻ പറ്റും. ഒരു രാജ്യത്തിന് ഓപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് മാറും. കാരണം ഇവരെ സംബന്ധിച്ച് വളരെ അകന്ന് കിടക്കുകയാണല്ലോ. യമൻ വളരെ അകന്ന് കിടക്കുകയാണ്, കടൽ തീരത്ത് കിടക്കുകയാണ്. അല്ലെങ്കിൽ യമനെതിരെയും ഇവർക്ക് എതിരെയും വീണ്ടും ഒരു യുദ്ധത്തിന് അമേരിക്ക തയ്യാറാകേണ്ടി വരും. അപ്പൊ ഒരേ സമയം രണ്ട് ദ്വൈമുഖങ്ങൾ, വാർ റൂംസ് തുറക്കുകയാണ്. രണ്ട് തരത്തിലുള്ള ഒരു യുദ്ധമുന്നണി അവിടെ സജ്ജമാവുകയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും വലിയ പ്രശ്നമാണ്. നമ്മളെ ഈ പറയുന്നത് പോലെ വിദഗ്ധന്മാർ കഴിഞ്ഞ ദിവസവും നമ്മുടെ സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്ന ഒരു കാര്യം, നമ്മള് ഈ ക്വാർട്ടർ ഒരു പക്ഷെങ്കിൽ ഈ മാർച്ച് 30 വരുന്ന ക്വാർട്ടർ വരെ നമുക്ക് പിടിച്ചു നിൽക്കാം. നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ ഒന്നും അത് ബാധിക്കത്തില്ല. നമുക്കിപ്പോ യുദ്ധം തുടങ്ങിയിട്ട് ഫെബ്രുവരി 28 29 മറ്റോ തുടങ്ങിയതാണ്. പക്ഷെ മാർച്ച് 31 വരെ വരുന്ന സാമ്പത്തിക വർഷം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അതിന് പിന്നെയും മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതിനുശേഷവും കടന്ന യുദ്ധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ കാര്യങ്ങളെ, സാമ്പത്തിക സ്ഥിതിയെയും അതേപോലെ തന്നെ അവൈലബിലിറ്റി, നമ്മുടെ പെട്രോള്, ഗ്യാസ്, ഇതിന്റെ എല്ലാം, കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നും ഇന്ത്യയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ അത് കാര്യമായിട്ട് ബാധിക്കും. അതോടൊപ്പം തന്നെ ഹോർമൂസിനോടൊപ്പം തന്നെ ചെങ്കടലിലും യുദ്ധം ആരംഭിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവിടെയും സംഘർഷ ഭൂമിയാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, ലോകത്തിന്റെ ക്രമത്തിൽ തന്നെ വലിയ മാറ്റം അതുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ നാളെ വിദേശകാര്യമന്ത്രിമാരുടെ, അവിടുത്തെ ഗൾഫിലുള്ള വിദേശകാര്യമന്ത്രിമാരുടെ, അവിടുത്തെ ഇസ്ലാമിക് രാജ്യങ്ങളുടെ എല്ലാവരും കൂടെ സമ്മേളനം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12 മണിക്ക് നടക്കുന്നെന്നാണ് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു തീരുമാനം ആരെങ്കിലും വഴി ഉണ്ടാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുക. ആ ഒരു പ്രതീക്ഷ കൂടെ കാത്തിരിക്കാനേ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, എന്തായാലും സാർ പറഞ്ഞതുപോലെ വലിയ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രതിസന്ധി തന്നെ യൂറോപ്യൻ രാജ്യങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഹോർമൂസ് വഴിയുള്ള വ്യാപാരത്തിന് വലിയ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. റെഡ് സിയെ ഒരു മാർഗമായി അല്ലെങ്കിൽ ഒരു ആശ്രയിക്കാം എന്ന് കരുതിയാൽ അവിടെ ഹൂതികൾ ഉയർത്തുന്ന ഭീഷണിയുണ്ട്. അതോടൊപ്പം ഏത് രീതിയിലേക്ക് വ്യാപാരം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നടത്താൻ സാധിക്കും എന്നതൊരു വലിയ ചോദ്യമാണ്. ഹോർമൂസിലും ചെങ്കടലിലും വലിയ ഭീതിയാണ് വിതയ്ക്കുന്നത് എന്ന് വ്യക്തം. എന്തായാലും താങ്ക് യു രാജഗോപാൽ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.